കൊച്ചിയിലെ തിക്കിലും തിരക്കും നമുക്ക് എപ്പോഴും അറിയാം. കൊച്ചി ആ രീതിയിലുള്ള ഒരു മെട്രോ സിറ്റിയാണ്. പക്ഷെ അതൊന്നൊക്കെ മാറി നമുക്കൊരു യാത്ര പോകാം. എങ്ങോട്ടാണെന്നറിയോ? ചെമ്മീൻ കെട്ടും ഗ്രാമഭംഗിയും ആവോളം ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടത്തേക്കാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടിന്റെ ആദ്യ യാത്ര. അത് കണ്ടുവരാം. സമയം ഇപ്പോൾ പുലർച്ചെ 4:30 കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളിപ്പോൾ കാക്കനാടാണ് നിൽക്കുന്നത്. അപ്പോൾ കൊച്ചി നഗരത്തിൻ്റെ എല്ലാ തിരക്കുകളും അതിൽ നിന്നൊക്കെ വിട്ടുമാറി വളരെ ശാന്തസുന്ദരമായ ഒരുപാട് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. എന്തായാലും ആ സ്ഥലത്തെക്കുറിച്ചും അവിടേക്ക് പോകേണ്ട വഴിയെക്കുറിച്ചുമൊക്കെ പോകുന്ന വഴിയെ പറയാം. ഇതാണ് നെടുങ്ങാട് ഗ്രാമം. നായരമ്പലം പഞ്ചായത്തിലെ അതിമനോഹരമായൊരു ഗ്രാമമാണിത്. മറൈൻ ഡ്രൈവിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരം മാത്രം സഞ്ചരിച്ചാൽ മതി ഇവിടേക്ക് എത്താൻ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കൊച്ചി നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് വഴിമാറിയൊരു സഞ്ചാരം എത്തിച്ചേർന്നത് ഇവിടെ. കായലതിരിടുന്ന നെടുങ്ങാട് എന്ന ശാന്തസുന്ദരമായ സ്ഥലം. ഒരു വശത്ത് വീരൻപുഴ അതിന്റെ എല്ലാ വശ്യതയോടും കൂടി ഒഴുകുന്നു. കൊച്ചി നഗരത്തിൽ നിന്ന് 40 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താം. കറുത്ത നീണ്ട വര പോലെയുള്ള റോഡിലൂടെ മുന്നോട്ട് നിരയിട്ട് നിൽക്കുന്ന തെങ്ങുകൾ, ചെറുവരമ്പുള്ള ചെമ്മീൻ കെട്ടുകൾ. വെളിച്ചമെത്തിയെങ്കിലും പോകാൻ മടിച്ചു നിൽക്കുന്ന കോടമഞ്ഞ് വീരൻപുഴയുടെ മറുകര കാണാൻ സമ്മതിച്ചില്ല. സൂക്ഷിച്ചു നോക്കിയാൽ കടമക്കുടി ചാത്തനാട് ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന പാലം കാണാം. മഞ്ഞും തണുപ്പും കൂസാത്ത മനുഷ്യരുണ്ട് ഇവിടെ. പുലർച്ചെ ഉറക്കമെഴുന്നേറ്റ് ചെമ്മീൻ കെട്ടിൽ പണിക്ക് വരുന്നവർ. ഇവിടെ ഭയങ്കര തിരക്കിട്ട കുറച്ച് പണികൾ നടക്കുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് തന്നെ അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാം. രാവിലെ 7 മണി തുടങ്ങി ഞങ്ങൾ ഇവിടെ വന്ന് വല വെക്കും. നമുക്ക് കിട്ടുന്ന ചെമ്മീൻ കൊണ്ട് തിരിഞ്ഞ് ഓരോ കമ്പനികളിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇതിപ്പോ കഴിയുമ്പോ എത്ര മണിയാവും? ഇതിപ്പോ ഒരു അരമണിക്കൂർ കൊണ്ട് കഴിയും. വഞ്ചിയിൽ ഇറങ്ങി ചേട്ടൻ എന്താ ചെയ്യണേ ചോദിക്കാം. ചേട്ടൻ എന്താ പരിപാടി ഇവിടെ? ചെമ്മീൻ കോരിയിരുന്നു വഞ്ചിയിൽ. അപ്പൊ നിങ്ങൾ രാവിലെ പോയി ഇവിടുന്ന്? ഇന്നലെ വൈകിട്ട് 7 മണിക്ക് വരാം. എന്നിട്ട് രാവിലെ 5 മണിക്ക് തിരിച്ചു വരും. ചൂണ്ടയിട്ടും വലയെറിഞ്ഞും മീൻ പിടിക്കുന്നവർ. ഇവർക്ക് കൂട്ടിന് നായയും പൂച്ചയും. നിശ്ചലമായ ജലത്തെ ശല്യപ്പെടുത്താതെ പോകുന്ന ചെറുതോണികൾ. ചെമ്മീൻ കർഷകർക്ക് ഇത് കണ്ണീർ കാലമാണ്. ഇതിപ്പോ പണി ഇത് കാണുമ്പോ കുറെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് വിലയില്ലേ, എക്സ്പോർട്ടിങ് ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇത് ആൾക്കാർ കരുതി തന്നെ തീർക്കുകയാണ്. അതായത് കയറിപ്പോണിന് വിലയും ഇല്ല, അന്നേക്കാരും കാശും കിട്ടുന്നത്. ഞങ്ങൾക്ക് വിഷമമുണ്ട്. എങ്കിലും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണേന്ന് 24 മണിക്കൂറും ചോദിച്ചോണ്ടി പൈസ കിട്ടണില്ല. അതിനൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ പറയും ഇങ്ങനെ പറയും 10,000 അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കിട്ടണേ പറ്റണമെന്ന് എന്തെങ്കിലും ചെയ്യണേന്ന്. പക്ഷെ ഞങ്ങൾ വന്നുണ്ട് പണിക്ക്. ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങളത് മാറാണ്ട് നടക്കുകയാണ്. അതിന് തരാനുള്ള പാകത്തിൽ ചെമ്മീൻ ഇങ്ങനെ കിടപ്പുണ്ടെന്ന് ഇതിന് വിലയില്ല ഈ മുതലിന്. നിരവധി സിനിമകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് നെടുങ്ങാടിന്റെ സൗന്ദര്യം. സിനിമയിലെ പ്രതാപമൊന്നും ഇപ്പോഴില്ല. ആൾപ്പൊക്കത്തിൽ വളർന്ന പുല്ല് വകഞ്ഞുമാറ്റി മുന്നോട്ട് നടന്നു. മധുരരാജയിലെ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ കാടുപിടിച്ച് കിടക്കുന്നു. പണ്ടത്തെ കളം എന്ന് പറയുന്ന നെല്ലൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണിത്. പിന്നീട് മധുരാജ ഷൂട്ടിങ്ങിൽ മധുരാജ ഫിലിമിന് പോലീസ് സ്റ്റേഷനായും ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. കുറച്ചിപ്പുറത്ത് സിനിമാ ഷൂട്ടിങ്ങിന്റെ മറ്റു ചില അവശേഷിപ്പുകൾ. നേരം വെളുത്തു.
ജീവിത തിരക്കുകളിലേക്ക് ഇവിടുത്തുകാർ കടന്നു. വീരൻപുഴ ഒരു തിരക്കുമില്ലാതെ ശാന്തമായി തന്നെ ഒഴുകുന്നു. ഗ്രാമജീവിതത്തിന്റെ ശാന്തതയും സ്വച്ഛതയും പേറുന്ന കാഴ്ചകൾ. പ്രേക്ഷകർ എന്തായാലും ഇങ്ങോട്ട് വരണം. രാവിലെ വന്നാൽ നല്ല സൂര്യോദയം കാണാം, വൈകിട്ടാണെങ്കിൽ നല്ല സൂര്യാസ്തമയവും കാണാം. അപ്പോൾ വരിക, നെടുങ്ങാടിന്റെ ഭംഗി ആസ്വദിക്കുക. ക്യാമറമാൻ സുധീഷ് സിബിക്കൊപ്പം കീർത്തന കേശവൻ, 24. അപ്പോൾ കീർത്തനയാണ് റൈഡർ റിപ്പോർട്ടറുമായി നേരെ നെടുങ്ങാടേക്ക് പോയത്. അവിടെ രസമുള്ള ഒരുപാട് കാഴ്ചകളുണ്ടെന്ന കാര്യം നമ്മൾ ആ വിഷ്വൽ കണ്ടപ്പോൾ മനസ്സിലായില്ലേ. അപ്പം അതൊക്കെ ആസ്വദിക്കാൻ ആ കൊച്ചിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് അവിടേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റുന്നൊരിടമാണ്.